നല്ല വിശപ്പ്. അത്താഴം നേരം ആവണം അല്ല ആവുന്നില്ല. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഒരു 8:30 9 മണിയൊക്കെ ആവാണ്ട് ഒന്നും കഴിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഇത്തിരി വറുത്ത റവ ഇരിക്കുന്നുണ്ടായിരുന്നു. റവയും ശർക്കര തേങ്ങ ഏലക്ക ജീരകം ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ശർക്കര പാനിയാക്കാനൊന്നും നിന്നില്ല, അത്ര സമയം കളയാനില്ല. പെട്ടെന്ന് ഇത്തിരി ചീകി എടുത്തു. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കൈ കൊണ്ട് ഉണ്ട ഉരുട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് അപ്പോൾ ഇത് റെഡി. ഫാനിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുക, കഴിക്കുക. ഭയങ്കര പിന്നെ അത്താഴം കഞ്ഞി അടുപ്പത്ത് കിടക്കണം. അതിപ്പോൾ അടുപ്പത്തിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ചെയ്തില്ല. രാവിലെ ഇതേമാതിരി റവ എടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോയി. ഈ അരിക്കെന്ന് പറഞ്ഞാൽ റേഷൻ്റെ മട്ടേരി ഭയങ്കര വേവാണ്. ഇന്നിട്ട നാളത്തേക്ക് ചോറാവുള്ളൂ. അപ്പോൾ ഒരു 8 9 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ വേഗമെന്ന് വിചാരിക്കണം. അതിന് ഇത്തിരി കഞ്ഞിയായിട്ട് മാറ്റിയിട്ട് ബാക്കി വാർത്തിടും. ഞാൻ തഴുതാകുമ്പോൾ രാവിലെ പറിച്ചിട്ട് കഴുകി വെച്ചിരിക്കണത്. ഇതരിയണം. തേങ്ങ ചരണ്ടിയിട്ട് ഇത്തിരി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഒരു സബോളയൊക്കെ അരിഞ്ഞിട്ട് തോരനാക്കി കഴുകി ഈ ഇലത്തോരൻ. പിന്നെന്താ, നാളെ മറ്റന്നാൾ അവധിയാണ്. കുറച്ച് ലോങ് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നില്ല. എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. തന്നെ ഉള്ള പരിപാടിയല്ലേ, ഇതേക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അത് പഠിക്കാനുള്ള സമയമില്ല. അതനുസരിച്ച് നമുക്ക് വർക്കുണ്ട് വേറെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ നാളെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറേ രജിസ്റ്ററുകൾ കൊണ്ടുവന്നുണ്ട്. പെൻഡിങ്ങുകളൊക്കെ ഉണ്ട്. കുറച്ച് 2 3 അതൊക്കെ എടുത്ത് കൈ പിടിച്ചു. പിന്നെ ഇന്നലെ പറയാൻ പറഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയും ഇടിവെട്ടലും മിന്നലും. ഞാനും കുഞ്ഞും മാത്രം അംഗൻവാടിയിൽ. അപ്പോൾ പായിട്ട് ഞങ്ങളവിടെ ഇരുന്നു. ഞാൻ കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പേടിച്ചിട്ടാണെങ്കിൽ എനിക്ക് വലിയ ചുറ്റുപാടിന് കുറച്ച് വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആയത് കാരണം അത് മുറിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. അപ്പോൾ ഈ മൊബൈലിൻ്റെ കാര്യത്തിന് വേണ്ടി ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി താഴ്ത്തി വെച്ചേക്കണത്. ഞാൻ കുഞ്ഞെ കുമ്പിട്ടിട്ടൊക്കെ നിൽക്കണം. ഒന്നാമത് എനിക്ക് ഹൈറ്റ് ഇത്തിരി കുറവുള്ള ആളാണ്. അതിൻ്റെ കൂടെ വീണ്ടും ഞാൻ കുഞ്ഞിയൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടിയെന്ന് പറഞ്ഞാൽ പോരാത്ത ഇടി. ഒരു തവണ ഒരു ഒറ്റ ഇടി വെട്ടി. അപ്പോഴേക്കും അവരൊക്കെ എന്നെ മുറുക്കി പിടിക്കും പേടിച്ചിട്ട്. ഫാൻ പോയി, സ്റ്റോർ റൂമിലെ ബൾബ് പോയി. മൊത്തം വയറിങ് പോയിട്ടുണ്ടാവില്ല, കാരണം ലൈറ്റ് ബാത്റൂമിൽ ലൈറ്റുണ്ട്, ഹാളിൽ ലൈറ്റുണ്ട്, അങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ വയറിങ് മൊത്തം പോയിട്ടില്ല എന്ന് വിചാരിക്കണം. ഈ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, സാറിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഫാനില്ലാണ്ട് പറ്റില്ല, കാരണം ചുറ്റോടെ മൊത്തം അങ്ങനെ പാറക്കെട്ടുകളാണ്. വലിയ വലിയ പാറയും അതിൻ്റെ കുഴികളും ഒക്കെ ഉണ്ട്. പിന്നെ കാട, റബ്ബറാണെങ്കിൽ അതിന് നിറച്ച് കാടാണ്. കഴിഞ്ഞ വർഷം വെട്ടിയ റബ്ബറല്ല, ചിരട്ടയൊന്നുമില്ല, പക്ഷേ കാടാണ്. ആ കാടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഒരൽപ്പം നിന്നാൽ മതിയല്ലോ കൊതുകിന്. അപ്പോൾ കൊതുകിൻ്റെ ശല്യം നല്ലതുപോലെ. ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ, കുട്ടികളെ കിടത്തി ഉറക്കാൻ പറ്റില്ല, കൊതുക്. അപ്പോൾ ഇന്ന് വീശിയും പരക്കൊക്കെ നോക്കി ഇരുന്ന് ആണ് ഉറക്കിയെടുത്തത്. തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ആ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അങ്ങനെ ഇടി, ഭയങ്കര ഇടി. എനിക്കാണെങ്കിൽ ഇടി നല്ല പേടി. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നും മഴ വന്നു, ഇടിയൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ബോളുകളാക്കി അതിലിടാൻ നോക്കട്ടെ കേട്ടോ. ഇതാണ് പ്രശ്നം. ചെറുക്കാനുണ്ടല്ലോ, കൈക്കല പിടിക്കുന്ന തുണി കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോയിട്ടുണ്ടാവും. അവനെ ആദ്യമായിട്ട് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒരു സിനിമ കണ്ടത് ആവേശം. ഇപ്പം ആള് ഭാഗ്യവാസിലാണ്, ഊണിലും ഉറക്കത്തിലും ഒക്കെ. ഇതാണ് കേട്ടോ എൻ്റെ പലഹാരം. 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. പെട്ടെന്ന് എനിക്ക് കഴിക്കണം, നല്ല വിശപ്പാണ്. ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ അത്താഴം കഴിച്ചൊന്നും വരില്ല, എന്നാലും എനിക്ക് ഇപ്പോൾ വേണം.
എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, എനിക്കൊരല്പം വിശന്ന് കഴിഞ്ഞാൽ എന്ത് മാത്രം ബഹളം വയ്ക്കുമായിരുന്നറിയോ? ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമായിരുന്നു. എനിക്ക് വിശക്കാനേ പാടില്ലായിരുന്നു. അത് അമ്മയ്ക്കും അറിയാം, എൻ്റെ കൂടെപ്പിറപ്പുകൾക്കും ഒക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ നോ രക്ഷ. വിശന്നാൽ വിശന്ന പോലെ ഇരിക്കുള്ളൂ. ഓ, ഒരു 10 മിനിറ്റ് എങ്ങനെയും തള്ളി നിൽക്കണം എന്ന് വിചാരിച്ച് ഞാൻ ആഹാരം അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, പിന്നെ വേറെ വേണമെന്നില്ല. കൈ കഴുകട്ടെ. നാളെ ഞായറാഴ്ച കുറേ രണ്ടാം ശനിയാഴ്ച കുറേ അലക്കാനുണ്ട്. കുറേ പരിപാടികളൊക്കെ ഉണ്ട് വേറെ. വീടിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് മണൽ കിടക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ ദിവസം ആങ്ങളെ വന്നിട്ട് ഈ പുറകുവശത്തെ ടാർപ്പ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു ഭാഗം താഴേക്ക് കൊണ്ടുപോയി. അത് കയറ്റി കെട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയപ്പോഴാണ് കാണുന്നത് അവിടെ മണലും കിടക്കുന്നുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, പിന്നെ കുറേ ചപ്പ് ചവറുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ദിവസത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞില്ല മുകളിൽ, നാളെയെന്ന് വിചാരിച്ചു. പക്ഷേ ശമ്പളം മുഴുവൻ വരുന്നിട്ടില്ല. അത് കാരണം നാളെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. നാളെ ഞാൻ വിചാരിച്ചു പണിക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഇത്തിരി ശമ്പളം കൂടി വന്നാൽ ഇത്തിരി പച്ചക്കപ്പയും മുളകും ചക്ക മേടിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. തന്നെ വരണേ ആഹാരമൊക്കെ ഒരു ഇത്തിരി പിന്നിലേക്കാണ്. മീനൊന്നും വാങ്ങാറില്ല ഞാൻ, ഇറച്ചിയ ശേഷം വാങ്ങില്ല. അപ്പോൾ ഈ മുറ്റത്ത് നിൽക്കണ ഒരു പിടുത്തം പയർ, അല്ലെങ്കിൽ ഇതുപോലെ തഴുതാമ, ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു കൂടി പോരുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളോട്. അതൊക്കെ ഒന്ന് തീർന്ന് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ നോക്കണം. എന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചാനലൊന്ന് പച്ച പിടിക്കും പെട്ടെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. ഞാനുണ്ടല്ലോ ഈ കൊറോണ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാനന്ന് ഈ പ്രായത്തിലൊക്കെ ഉണ്ട് എന്നൊക്കെ ഓർത്തിട്ട് നാണം ഒക്കെ തോന്നിയിട്ട് നിർത്തി വെച്ചു. അപ്പോൾ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ. എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ഉണ്ടയിലേക്ക്. വറുത്ത റവ, തേങ്ങ, ശർക്കര, ഏലക്ക, ജീരകം, ഇത്തിരി ഉപ്പ്. അപ്പോൾ ഇനി ഞാനിത് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും നോക്കട്ടെ, പിന്നെ കാണാം.